ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബിലേക്ക് കടന്നു വന്ന ഞാൻ യൂട്യൂബിൻ്റെ പല കാര്യങ്ങളും പഠിക്കുകയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും അതനുസരിച്ച് പല ചാനലുകളിൽ നിന്നും കണ്ടതും കേട്ടതുമായ അറിവുകൾ വെച്ചിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ഈ 2025 എന്ന് പറയുന്നത് ഏതൊരു യൂട്യൂബ് തുടങ്ങുന്ന ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്കും വളരെയധികം അഡ്വാൻസ്ഡ് ആണ്, വളരെയധികം പ്രയോജനപ്രദമാണ് എന്ന കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം യൂട്യൂബിൽ എങ്ങനെ നമുക്ക് റീച്ച് കൂട്ടാം, യൂട്യൂബിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കൂട്ടാം. ഇതൊക്കെ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ എപ്പോഴും ഷോർട്സ് ആണ് പലരും മുന്നോട്ട് വയ്ക്കുന്നത്. ഷോർട്സുകളിലൂടെ കൂടുതൽ വ്യൂസ് കിട്ടാം, ഷോർട്സുകൾ കൂടുതൽ റീച്ച് കിട്ടും എന്നൊക്കെ ആൾക്കാർ പലരും വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, യൂട്യൂബിൻ്റെ ന്യൂ മോണിറ്റൈസേഷൻ പോളിസി അനുസരിച്ച് 90 ദിവസമാണ് യൂട്യൂബ് നമുക്ക് ഷോർട്സിന് സമയം തന്നിരിക്കുന്നത്. ഇത്ര മില്യൺ വ്യൂസ് എന്നുള്ളത് 90 ദിവസത്തിനുള്ളിൽ നമ്മൾ പൂർത്തിയാക്കണം. ചിലപ്പോൾ ഒരു വീഡിയോ മതിയായിരിക്കാം, ഒരു വീഡിയോ കൊണ്ട് ചിലപ്പോൾ നമുക്ക് മില്യൺ വ്യൂസ് കിട്ടിയേക്കാം. അതൊക്കെ നമ്മുടെ തലവര പോലെ ഇരിക്കും, ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ കുറേ വീഡിയോസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് വ്യൂസ് കൂടുതൽ കിട്ടുന്നത്. എന്തായാലും 90 ദിവസമാണ് യൂട്യൂബ് നമുക്ക് സമയം തരുന്നത്. ഈ ഷോർട്സിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് 90 ദിവസമാണ് യൂട്യൂബ് നമുക്ക് തരുന്നത്. നേരെ മറിച്ച് നമ്മൾ ലോങ് വീഡിയോസിലേക്ക് പോകുമ്പോൾ നമുക്ക് 365 ദിവസം ഉണ്ട്. 365 ദിവസം കൊണ്ട് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സുമാണ് മൊത്തത്തിൽ യൂട്യൂബ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ, ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. വളരെ സാധാരണക്കാരായ ആളുകൾക്ക്, എന്നെ പോലുള്ള വളരെ സാധാരണക്കാരായ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചാനൽ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നല്ല കണ്ടന്റുകൾ നോക്കി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നെ സംബന്ധിച്ച് എനിക്ക് കണ്ടന്റുകളൊന്നുമില്ല, ഇപ്പം കണ്ടന്റുകളൊന്നും ആയിട്ടില്ല. നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. ഞാൻ പിന്നെ കിട്ടുന്നതൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്ര വ്യൂസ്, പരിമിതമായ വ്യൂസ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചൊരു അറിവ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നല്ലൊരു കണ്ടന്റ് ചെയ്യുക. നല്ലൊരു കണ്ടന്റ് എടുത്തിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ എഡ്യൂക്കേഷണൽ വീഡിയോസ്, ചെറിയ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള കിഡ്സ് ആക്ടിവിറ്റീസ്, പിന്നെ നമ്മൾ എന്തെങ്കിലും ട്യൂട്ടോറിയൽ വീഡിയോ, ഫിഷിംഗ് വീഡിയോ, കുക്കിംഗ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻസ്, ട്രേഡിങ്, ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ട് നിൽക്കുന്ന ഇതൊക്കെയാണ്. അതിലൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലാനും അതിനകത്തേക്ക് അഗാധമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാനും ഒക്കെ അതിനുള്ള മനസ്സ് വേണം. അല്ലാതെ ഫിഷിങ്ങിന്റെ ചാനൽ തുടങ്ങിയിട്ട് അതിൽ 2 ദിവസം ഫിഷിങ്ങിന്റെ വീഡിയോ ഇട്ടിട്ട് പിന്നെ വീഡിയോ വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം വേണം, സ്ഥിരത വേണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം. യൂട്യൂബ് നമ്മളെ നിരീക്ഷിക്കും. ഈ ആൾ വീഡിയോ ഇടുന്നുണ്ടോ അല്ലെങ്കിൽ ഇടുന്നില്ലേ എന്നൊക്കെ നിരീക്ഷിക്കും. ഒരു വീഡിയോ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ആവുന്നവരെയെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നല്ല നല്ല കണ്ടന്റുകൾ കണ്ടെത്തി ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോസിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോസും ഷോർട്സും അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീഡിയോസിന് ഒരു തംബ്നെയിൽ വേണം. തംബ്നെയിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ അറിയാം എങ്ങനെയാണ് ഒരു തംബ്നെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോ, തംബ്നെയിൽ എന്ന് പറയുന്നത് ഒരു വീഡിയോയിലേക്കുള്ള എൻട്രി ആണ്. ആ ഡോറ് നോക്കിയിട്ടാണ് ആൾക്കാർ, തംബ്നെയിൽ നോക്കിയിട്ടാണ് വീഡിയോയിലേക്ക് വാതിൽ തുറക്കുന്നത്. പെട്ടെന്ന് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു തംബ്നെയിൽ. ചിലപ്പോൾ വീഡിയോയിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും തംബ്നെയിൽസിന് മില്യൺസ് വ്യൂസ് കിട്ടിയേക്കാം. വ്യൂസ് കണ്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് അങ്ങനെ നമ്മുടെ വീഡിയോ റീച്ച് ആവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തംബ്നെയിൽസിന്റെ വിശദമായ ഒരു വീഡിയോ ഞാൻ അതിന്റെ പുറകിലേക്ക് വരാം.
അപ്പോൾ നല്ല ഒരു തംബ്നെയിൽ കൊടുത്ത് നമ്മുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ആ നല്ല നല്ല കണ്ടന്റുകളിലൂടെ നമ്മുടെ വീഡിയോസ് തീർച്ചയായും റീച്ച് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ തുടക്കം എന്ന നിലയ്ക്ക് നമ്മുടെ സ്ഥിരം പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കാം എന്ന രീതിക്കാണ് ഇപ്പോൾ ഈ യൂട്യൂബിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വന്നത്. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ഓരോ വീഡിയോസും നമുക്ക് വിശദമായിട്ട് ഓരോ ഭാഗങ്ങൾ യൂട്യൂബിന്റെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ തംബ്നെയിലിന്റെ റേഷ്യോ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നല്ല നല്ല കണ്ടന്റുകൾ കണ്ടെത്തി വെക്കുക. അത് ഏത് ക്യാമറയായാലും മതി, അവരുടെ ക്യാമറയിലാക്കുക, അത് ക്രിയേറ്റ് ചെയ്തിട്ട് അവരവർക്ക് കഴിയുന്ന പോലെ എഡിറ്റിംഗ് ഒരുപാട് ആപ്പുകളുണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായും ആരും പറയാതെ തന്നെ നമുക്ക് റീച്ച് ആവും. ഇനിയിപ്പോൾ ഞാൻ നേരിട്ട പ്രതിസന്ധികളുണ്ട്. ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ ഇപ്പോഴും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു ഭാഗത്തിൽ ഞാൻ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.